ആകാശവാണി. നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് മഹേഷ് ദിവാകരൻ. പ്രധാന വാർത്തകൾ. പശ്ചിമേഷ്യയിൽ സംഘർഷം രൂക്ഷമായി തുടരുന്നു. നിലവിലെ സ്ഥിതിഗതികൾ ആശങ്കാജനകമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിൽ സൗദി അറേബ്യൻ കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാൻ രാജകുമാരനുമായും ബഹ്റൈൻ രാജാവ് ഹമദ് ബിൻ ഈസ അൽ ഖലീഫയുമായും പ്രധാനമന്ത്രി ടെലിഫോൺ സംഭാഷണം നടത്തി. ഗൾഫ് നാടുകളിലെ നിലവിലെ പ്രതിസന്ധിയിൽ പ്രവാസികൾക്ക് പൂർണ്ണ പിന്തുണ അറിയിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ. പ്രസിദ്ധമായ ആറ്റുകാൽ പൊങ്കാല നാളെ ഭക്തിസാന്ദ്രമായി അനന്തപുരി. പൊങ്കാലയ്ക്ക് കുടിവെള്ളം മുടങ്ങില്ലെന്നും പ്രശ്നങ്ങൾ അടിയന്തരമായി പരിഹരിക്കാൻ കൺട്രോൾ റൂം തുറന്നതായും മന്ത്രി റോഷി അഗസ്റ്റിൻ. വാർത്തകൾ വിശദമായി. പശ്ചിമേഷ്യയിലെ നിലവിലെ സ്ഥിതിഗതികൾ വളരെയേറെ ആശങ്കാജനകമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കനേഡിയൻ പ്രധാനമന്ത്രി മാർക്ക് കാർണിയുമായുള്ള ഉഭയകക്ഷി ചർച്ചയ്ക്ക് ശേഷം ന്യൂഡൽഹിയിലെ ഹൈദരാബാദ് ഹൗസിൽ സംയുക്ത വാർത്താ സമ്മേളനത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. തർക്കങ്ങൾ സംഭാഷണത്തിലൂടെയും നയതന്ത്രത്തിലൂടെയും പരിഹരിക്കണമെന്ന നിലപാടാണ് ഇന്ത്യക്കുള്ളതെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി. ഭീകരവാദം മനുഷ്യരാശി നേരിടുന്ന ഗുരുതര വെല്ലുവിളിയാണെന്ന് പറഞ്ഞ അദ്ദേഹം ആഗോള സമാധാനത്തിനും സുസ്ഥിരതയ്ക്കും ഇന്ത്യ കാനഡ സഹകരണം അത്യന്താപേക്ഷിതമാണെന്നും അഭിപ്രായപ്പെട്ടു. നിർണായക ധാതു സഹകരണം, പുനരുപയോഗ ഊർജ്ജം, സാംസ്കാരിക സഹകരണം എന്നീ രംഗങ്ങളിൽ 3 സുപ്രധാന കരാറുകളും ഇരു രാജ്യങ്ങളും കൈമാറി. പശ്ചിമേഷ്യയിലെ നിലവിലെ സാഹചര്യത്തെക്കുറിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സൗദി അറേബ്യൻ കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാൻ രാജകുമാരനുമായും ബഹ്റൈൻ രാജാവ് ഹമദ് ബിൻ ഈസ അൽ ഖലീഫയുമായും ടെലിഫോണിൽ സംഭാഷണം നടത്തി. സൗദി അറേബ്യയ്ക്കും ബഹ്റൈനും നേരെ നടന്ന ആക്രമണങ്ങളെ പ്രധാനമന്ത്രി ശക്തമായി അപലപിച്ചു. മേഖലയിൽ എത്രയും വേഗം സമാധാനം പുനഃസ്ഥാപിക്കേണ്ടത് അത്യാവശ്യമാണെന്നും അദ്ദേഹം പറഞ്ഞു. ഇന്ത്യൻ പ്രവാസികളുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിൽ ഇരു രാജ്യങ്ങൾക്കും പ്രധാനമന്ത്രി നന്ദി അറിയിച്ചു. പശ്ചിമേഷ്യയിൽ സംഘർഷം അതിരൂക്ഷമായി തുടരുകയാണ്. ഇറാൻ പരമോന്നത നേതാവ് അയതൊള്ള അലി ഖമനയി കൊല്ലപ്പെട്ടതിന് പിന്നാലെ UAE, കുവൈറ്റ്, ബഹ്റൈൻ തുടങ്ങിയ ഗൾഫ് രാജ്യങ്ങളിലെ US താവളങ്ങൾ ലക്ഷ്യമാക്കി ഇറാൻ ആക്രമണം തുടരുകയാണ്. ഇറാനിലെ വിവിധ കേന്ദ്രങ്ങളിൽ ഇസ്രായേലും അമേരിക്കയും ഇന്നും ആക്രമണം നടത്തി. ഒമാനിൽ മസ്കറ്റ് തീരത്തിന് സമീപം ഓയിൽ ടാങ്കറിന് നേരെയുണ്ടായ ആക്രമണത്തിൽ ഒരു കപ്പൽ ജീവനക്കാരൻ കൊല്ലപ്പെട്ടതായി അധികൃതർ അറിയിച്ചു. ഖത്തറിലെ ഊർജ്ജോൽപാദന കേന്ദ്രങ്ങൾക്ക് നേരെ 2 തവണ മിസൈൽ ആക്രമണം നടന്നതായി പ്രതിരോധ വൃത്തങ്ങൾ അറിയിച്ചു. 3 അമേരിക്കൻ F-15E വിമാനങ്ങൾ കുവൈറ്റ് സേന ഇന്നലെ അബദ്ധത്തിൽ വെടിവെച്ചിട്ടതായി അമേരിക്കൻ സൈനിക വൃത്തങ്ങൾ അറിയിച്ചു. സൗദി അറേബ്യയുടെ റാസ് തനൂര എണ്ണ ശുദ്ധീകരണ ശാലയ്ക്ക് നേരെയും ഇറാൻ ആക്രമണമുണ്ടായി. ലബനനിൽ നിന്ന് ഇസ്രായേലിലേക്ക് മിസൈലുകൾ തൊടുത്തതായി ഹിസ്ബുള്ള അറിയിച്ചു. മറുപടിയായി തലസ്ഥാനമായ ബെയ്റൂട്ടിൽ ഇസ്രായേൽ നടത്തിയ പ്രത്യാക്രമണത്തിൽ 31 പേർക്ക് ജീവൻ നഷ്ടപ്പെട്ടു. സൈപ്രസിലെ ബ്രിട്ടീഷ് സൈനിക താവളത്തിലും ഡ്രോൺ ആക്രമണത്തിൽ നാശനഷ്ടങ്ങൾ ഉണ്ടായി. അതിനിടെ ഇറാന്റെ മിസൈലുകളും നാവിക സന്നാഹങ്ങളും തകർക്കുകയാണ് അമേരിക്കയുടെ ലക്ഷ്യമെന്ന് US പ്രതിരോധ സെക്രട്ടറി പറഞ്ഞു. കുവൈറ്റിൽ അമേരിക്കൻ സൈനികർ ഇറാൻ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടതിന് പകരം വീട്ടുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രതികരിച്ചു. എന്നാൽ പശ്ചിമേഷ്യയിൽ അടിയന്തര വെടിനിർത്തൽ നടപ്പാക്കണമെന്ന് റഷ്യ ആവശ്യപ്പെട്ടു. അസർബൈജാനിൽ നിന്നും കുവൈറ്റിലേക്ക് പോകും വഴി പാകിസ്ഥാനിലെ കറാച്ചി വിമാനത്താവളത്തിൽ കുടുങ്ങിയ 3 മലയാളി യാത്രക്കാരെ ശ്രീലങ്ക വഴി കൊച്ചിയിലെത്തിക്കാനുള്ള നടപടികൾ പുരോഗമിക്കുന്നു. സംഘർഷ സാഹചര്യങ്ങളെ തുടർന്ന് വിമാനം കറാച്ചിയിൽ അടിയന്തരമായി ഇറക്കിയതോടെ യാത്രക്കാർ നോർക്ക റൂട്ട്സിനെ ബന്ധപ്പെടുകയും തുടർന്ന് വിദേശകാര്യ മന്ത്രാലയത്തിന്റെ നേതൃത്വത്തിൽ ഇന്ന് ഉച്ചയോടെ ഇവരെ കൊളംബോയിൽ എത്തിക്കുകയുമായിരുന്നു. എയർ ഇന്ത്യ വിമാനത്തിൽ നാളെ പുലർച്ചെയോടെ ഇവരെ കൊച്ചിയിലെത്തിക്കും. സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ നോർക്ക റൂട്ട്സ് ഹെൽപ്പ് ഡെസ്കും കൺട്രോൾ റൂമും സജ്ജീകരിച്ചു. ഹെൽപ്പ് ഡെസ്ക് സഹായത്തിനായി +91 880 201 2345 എന്ന നമ്പറിലും ഇന്ത്യയിൽ നിന്നും 1800 425 3939 എന്ന ടോൾ ഫ്രീ നമ്പറിലും ബന്ധപ്പെടാവുന്നതാണ്. ഡൽഹി കേരള ഹൗസിലും കൺട്രോൾ റൂം തുറന്നിട്ടുണ്ട്. ഗൾഫ് നാടുകളിലെ നിലവിലെ പ്രതിസന്ധിയിൽ പ്രവാസികൾക്കും നാട്ടിലുള്ള അവരുടെ കുടുംബങ്ങൾക്കും പൂർണ്ണ പിന്തുണയുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ. കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയവുമായി ചേർന്ന് സാധ്യമായ എല്ലാ തലങ്ങളിലും സർക്കാർ ജാഗ്രതയോടെ ഇടപെടുന്നതായും അദ്ദേഹം അറിയിച്ചു. അത്യാവശ്യ സഹായങ്ങൾ ലഭ്യമാക്കാൻ നോർക്കയുടെ സേവനങ്ങളും ലഭ്യമാണ്. അടിസ്ഥാനരഹിതമായ വാർത്തകൾ പ്രചരിപ്പിക്കരുതെന്നും അദ്ദേഹം നിർദ്ദേശിച്ചു. പശ്ചിമേഷ്യയിലെ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ കൊല്ലം തുറമുഖത്ത് ചരക്കു കപ്പൽ നങ്കൂരമിട്ടു. ചൈനയിൽ നിന്നും സൗദി അറേബ്യയിലേക്ക് പോവുകയായിരുന്ന ഓഫ് ഷോർ സപ്ലൈ വെസൽ നിലവിലെ സാഹചര്യത്തിൽ സൗദി തീരത്തേക്ക് പോകാൻ കഴിയാത്തതിനാൽ കൊല്ലം തുറമുഖത്ത് നങ്കൂരമിടുകയായിരുന്നു.
ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും @ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR _ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR News _TVM X ഹാൻഡിലും ലഭ്യമാണ്. പ്രസിദ്ധമായ ആറ്റുകാൽ പൊങ്കാല നാളെ. എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി. ഭക്തിസാന്ദ്രമായി അനന്തപുരി. വിശദാംശങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി റജു കോലിയക്കോട്. ലോകപ്രശസ്തമായ ആറ്റുകാൽ പൊങ്കാലയ്ക്ക് മണിക്കൂറുകൾ മാത്രം ശേഷിക്കെ ക്ഷേത്രത്തിലേക്ക് ഭക്തജനങ്ങളുടെ ഒഴുക്ക് തുടരുകയാണ്. നാളെ രാവിലെ 9:15 ശുദ്ധപുണ്യാഹത്തോടെ പൊങ്കാല ചടങ്ങുകൾ ആരംഭിക്കും. തോറ്റംപാട്ടുകൾക്ക് ശേഷം തന്ത്രി പരമേശ്വരൻ ഭട്ടതിരിപ്പാടിന്റെ സാന്നിധ്യത്തിൽ മേൽശാന്തി അനീഷ് നമ്പൂതിരി ശ്രീകോവിലിൽ നിന്ന് ദീപം പകർന്ന ക്ഷേത്ര തിടപ്പള്ളിയിലെ പൊങ്കാല അടുപ്പിലേക്ക് പകരും. ഇതേ ദീപം സഹമേൽശാന്തി ഏറ്റുവാങ്ങി വലിയ തിടപ്പള്ളിയിലും പണ്ടാര അടുപ്പിലും കത്തിക്കും. പണ്ടാര അടുപ്പിൽ നിന്ന് പകരുന്ന ദീപം ഭക്തർ സ്വന്തം അടുപ്പുകളിലേക്ക് ജ്വലിപ്പിക്കും. ഉച്ചയ്ക്ക് 2:15 ഉച്ചപൂജയ്ക്ക് ശേഷമാണ് പൊങ്കാല നിവേദ്യം. നിവേദ്യത്തിനായി 350 പൂജാരിമാരെയാണ് നിയോഗിച്ചിട്ടുള്ളത്. പൊങ്കാലയോടനുബന്ധിച്ച് പോലീസ് കനത്ത സുരക്ഷയാണ് ഒരുക്കിയിരിക്കുന്നത്. കൂടാതെ നഗരത്തിൽ ഗതാഗത നിയന്ത്രണവും ഏർപ്പെടുത്തിയിട്ടുണ്ട്. ആറ്റുകാൽ പൊങ്കാലയ്ക്ക് കുടിവെള്ളം മുടങ്ങില്ലെന്ന് ജലവിഭവ മന്ത്രി റോഷി അഗസ്റ്റിൻ. പ്രശ്നങ്ങൾ അടിയന്തരമായി പരിഹരിക്കാൻ കൺട്രോൾ റൂം തുറന്നിട്ടുണ്ടെന്നും ഓരോ സെക്ഷൻ ഓഫീസും കേന്ദ്രീകരിച്ച് പ്രത്യേക സ്ക്വാഡ് രൂപീകരിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം അറിയിച്ചു. പ്രശ്നം രൂപപ്പെട്ടതു മുതൽ വാട്ടർ അതോറിറ്റി MD അടക്കമുള്ളവരെ ഉൾപ്പെടുത്തി നിരവധി യോഗങ്ങൾ വിളിച്ചു ചേർത്തതായും കോർപ്പറേഷൻ വാട്ടർ അതോറിറ്റിയും വിഷയത്തിൽ സഹകരിച്ചാണ് മുന്നോട്ടു പോകുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. MSMEകൾ രാജ്യത്തിന്റെ വളർച്ചയിൽ വഹിക്കുന്ന നിർണായക പങ്ക് സംബന്ധിച്ച ബജറ്റാനന്തര വെബിനാറിനെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ അഭിസംബോധന ചെയ്യും. MSMEകളെ രാജ്യത്തിന്റെ വളർച്ചാ എഞ്ചിനുകളാക്കി മാറ്റുന്നതിനായി കേന്ദ്ര ബജറ്റിൽ മുന്നോട്ട് വച്ച പ്രഖ്യാപനങ്ങൾ വെബിനാറിൽ ചർച്ച ചെയ്യും. ഗൾഫ് മേഖലയിൽ ഈ മാസം 5-ലെ SSLC പരീക്ഷയും 5, 6, 7 തീയതികളിലെ ഹയർ സെക്കൻഡറി പരീക്ഷയും മാറ്റിവയ്ക്കാൻ തീരുമാനിച്ചതായി മന്ത്രി V. ശിവൻകുട്ടി. പുതുക്കിയ തീയതി പിന്നീട് അറിയിക്കുമെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. പശ്ചിമേഷ്യയിൽ സംഘർഷം രൂക്ഷമായതിനെ തുടർന്ന് ആഗോള വിപണിയിൽ അസംസ്കൃത എണ്ണവിലയിൽ 9% വർധനവ് രേഖപ്പെടുത്തി. ഹോർമൂസ് കടലിടുക്കിലെ പ്രതിസന്ധി കാരണമാണ് നിലവിലെ വർധനവ്. ലോകത്തിലെ എണ്ണ വിതരണത്തിന്റെ 20%വും ഇന്ത്യൻ ഇറക്കുമതിയുടെ 40%വും കടന്നുപോകുന്നത് ഹോർമൂസ് കടലിടുക്കിലൂടെയാണ്. പശ്ചിമേഷ്യയിലെ സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിൽ ഓഹരി വിപണികളിൽ വൻ ഇടിവ്. സെൻസെക്സ് 1048 പോയിന്റ് താഴ്ന്ന് 80,239-ലും നിഫ്റ്റി 313 പോയിന്റ് ഇടിഞ്ഞ് 24,866-ലും വ്യാപാരം അവസാനിപ്പിച്ചു. സ്വർണ്ണവില ഉച്ചയ്ക്ക് ശേഷം വീണ്ടും ഉയർന്നു. പവന് 520 രൂപ വർദ്ധിച്ച് 1,25,040 രൂപയാണ് ഇന്നത്തെ വില. സംസ്ഥാനത്ത് ആടുകളെയും ചെമ്മരിയാടുകളെയും ബാധിക്കുന്ന വൈറസ് രോഗബാധയായ PPR അഥവാ ആടുവസന്ത രോഗത്തിനെതിരെയുള്ള പ്രതിരോധ കുത്തിവയ്പ്പിന്റെ 2ാം ഘട്ടം മറ്റന്നാൾ മുതൽ ആരംഭിക്കും. സംസ്ഥാനതല ഉദ്ഘാടനം മന്ത്രി ജെ ചിഞ്ചുറാണി തിരുവനന്തപുരത്ത് നിർവഹിക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. പശ്ചിമേഷ്യയിൽ സംഘർഷം രൂക്ഷമായി തുടരുന്നു. നിലവിലെ സ്ഥിതിഗതികൾ ആശങ്കാജനകമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിൽ സൗദി അറേബ്യൻ കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാൻ രാജകുമാരനുമായും ബഹ്റൈൻ രാജാവ് ഹമദ് ബിൻ ഈസ അൽ ഖലീഫയുമായും പ്രധാനമന്ത്രി ടെലിഫോൺ സംഭാഷണം നടത്തി. ഗൾഫ് നാടുകളിലെ നിലവിലെ പ്രതിസന്ധിയിൽ പ്രവാസികൾക്ക് പൂർണ്ണ പിന്തുണ അറിയിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ. പ്രസിദ്ധമായ ആറ്റുകാൽ പൊങ്കാല നാളെ. ഭക്തിസാന്ദ്രമായി അനന്തപുരി. പൊങ്കാലയ്ക്ക് കുടിവെള്ളം മുടങ്ങില്ലെന്നും പ്രശ്നങ്ങൾ അടിയന്തരമായി പരിഹരിക്കാൻ കൺട്രോൾ റൂം തുറന്നതായും മന്ത്രി റോഷി അഗസ്റ്റിൻ. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45.